ഇന്നൊരു പ്രത്യേകതയുണ്ട്. സാധനങ്ങളെല്ലാം നമ്മള് കാരവാനിൽ ലോഡ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഡൂഡുച്ചാന്റെ ബർത്ത്ഡേയാ. നാളെ മുതൽ നമ്മുടെ പുതിയ ലൈഫായിരിക്കും. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കാരവാനിലേക്കുള്ള പൊടികളും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് വെക്കും കേട്ടോ. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല, ചിക്കൻ മസാല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പോവാ കേട്ടോ. ഞാൻ എടുത്ത് വെക്കുന്നത് ഇവിടെ പരിപാടിയിലാണ്. ഇവിടെ മൊത്തം ഞാൻ മടുത്തു കൂട്ടുകാരെ, ഞാൻ മടുത്തു. നീ ഇവളല്ല ഞാന്. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുക. കുഞ്ഞു ബേബി ഇവിടെ ഉണ്ട് കേട്ടോ. കുഞ്ഞു ഉറക്കത്തിലാണ്. കൈയും കാലൊക്കെ അമ്മ ഉറക്കം കഴിഞ്ഞടാ, തീർന്നു ഉറക്കത്തിലാട്ടോ. നിങ്ങളെ കണ്ടിട്ട് ഇനി മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു സങ്കടം നിങ്ങൾക്ക് വരരുതെന്ന് ഓർത്തിട്ടാണ് എൻ്റെ കൊച്ചു ഉറക്കത്തിൽ നിന്ന് പോലും പൊന്തി എണീച്ച് വന്നത്. ഇല്ലടാ നീ പോടാ. കൊതികുത്ത്. ഞാൻ ഉപ്പുമാവ് തന്നാ. നീ എനിക്ക് ഉപ്പുമാവ് വേണോ? അപ്പൊ ചേച്ചി അല്ല ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി ഡ്യൂട്ടിക്ക് പോയിക്കോട്ടോ. അപ്പൊ ഇതാ കൂട്ടുകാരെ, ഈ കുഞ്ഞുമാക്കാൻ അവിടെ ഇരുന്നിട്ട് കുഞ്ഞുമാക്കാൻ നീയാണ് കുഞ്ഞുമാക്കാൻ. എടാ അങ്ങനെ പറഞ്ഞ നല്ല ആടാ. നീ കുഞ്ഞുമാക്കാൻ. ആ അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടികളൊക്കെ എടുത്തിട്ട് മഞ്ഞൾപ്പൊടി. ഇത് നമ്മുടെ പറമ്പിലുണ്ടായ മഞ്ഞള് മമ്മി പറിച്ച് പുഴുങ്ങി പൊടിപ്പിച്ച് കൊടുത്തുട്ടാട്ടോ. എടാ കുശുമ്പ് പറയുമ്പോ ഇങ്ങനെ വേണം കേട്ടോ, നല്ല കുശുമ്പ്. ആഹാ. അപ്പൊ ഇനി ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യട്ടെ കേട്ടോ കൂട്ടുകാരെ. കുഞ്ഞു ബേബി ഇവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പൊ എനിക്ക് അവളുടെ അടുത്ത് ഇരിക്കണ്ടേ. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങള് ഗരം മസാല ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ഈ ഇതിന്റെ ഒക്കെ സ്പൈസസിന്റെ ഉള്ളില് ഒരു ഓയിൽ കണ്ടന്റ് ഉണ്ട്. അപ്പൊ അത് പുറത്ത് വരുമ്പോഴാണ് അതിന്റെ ഫ്ലേവർ. അത് ചൂടാക്കുമ്പോ അത് പുറത്ത് വരും. ആ എണ്ണ എടാ ചേട്ടൻ കൂട്ടുകാരെ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തതാണ്ടേ. നമ്മുടെ അരിപ്പൊടികളും പൊക്കോണ്ടിരിക്കാൻ കേട്ടോ. നമ്മുടെ പൊടികളും സാധനങ്ങളൊക്കെ നമ്മൾ കുഞ്ഞു ഡപ്പിക്കകത്തേക്ക് സെറ്റാക്കി. കുറെ പൊടികളും കാര്യങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ടോ. കാരവാൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചു. ഇപ്പൊ താണ്ടേ ഈ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൂടെ ഉള്ളൂ കേട്ടോ. ഇത് ലാസ്റ്റ് നമ്മുടെ തുണി ഒക്കെ മടക്കി വെച്ച ഇതാണ് കേട്ടോ, തുണി സഞ്ചി. അപ്പോൾ നമ്മുടെ കാരവാൻ താണ്ട് ഇവിടെ കിടപ്പുണ്ട്. വൈകുന്നേരത്തെ വെയിലൊക്കെ അടിച്ച് നല്ല ചൂടായിട്ടിരിക്കുക കേട്ടോ. പുറത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ പെട്ടിയും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് നമ്മൾ കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഇത് നമ്മൾ സ്റ്റേഷൻ്റെ അടുത്ത് ഇവിടെ തന്നെ വെച്ചിട്ട് പോവാ. ഇവിടെ ഗ്യാരേജ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ട് പോകും കേട്ടോ, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറിയാൽ ദാണ്ടേ നമ്മൾ ഇന്നലെ എല്ലാം ആക്കി വെച്ച പോലെ തന്നെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചു കണ്ടോ. നമ്മൾ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ നമ്മുടെ പാത്രങ്ങൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടോ. പിന്നെ കപ്പുകൾ, അതുപോലെ തന്നെ അരി. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി വേണ്ട സാധനങ്ങളൊക്കെ, നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കടക്കുന്ന ആ സെറ്റ്, ഈ 2 സെറ്റ്, അതിൻ്റെ അടിയിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ അത് ലോഡ് ചെയ്യും. ലോഡ് ചെയ്തിട്ട് നമ്മൾ ബെഡ് നിരത്തിയാൽ പിന്നെ നമുക്ക് അവിടെ അത്രയും ഭാഗം സെറ്റായിട്ടോ. അപ്പോൾ നമ്മൾ അവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തൊക്കെ പോകാം കേട്ടോ. കുഞ്ഞു ബേബി അവിടെ കിടപ്പുണ്ട്, നല്ല ഉറക്കത്തിലാട്ടോ. കുഞ്ഞാട് കിടക്കുന്നുണ്ട്. നമ്മളിനി ഗരം മസാല ഉണ്ടാക്കി. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഗരം മസാലയും ഉലുവാപ്പൊടിയും അതൊക്കെ ഉണ്ടാക്കിട്ടോ. നമ്മള് വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തു. കാരണം ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മിക്സി അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊടിച്ചെടുക്കാനുള്ള സാധനങ്ങളൊക്കെ പൊടിച്ചെടുത്തിട്ടോ. ഗരം മസാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ചേച്ചി വന്നിട്ടില്ല. ചേച്ചി ഡ്യൂട്ടിക്ക് പോയത്, അതുകൊണ്ട് ചേച്ചി വന്നാൽ. അപ്പോൾ കണ്ടോ അച്ചാറ്. ഇത് നമ്മൾ അന്ന് ഉണ്ടാക്കിയ നാരങ്ങ അച്ചാറാട്ടോ. ഗ്രീൻ ടീ ഒക്കെ നമ്മൾ വെറുതെ വാങ്ങിച്ചു വെച്ചാട്ടോ, നമ്മൾ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ സാധനങ്ങൾ മൊത്തം ഇവിടെ നിരത്തി അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം. അയ്യോ ഉപ്പ് മേടിച്ചില്ലടാ. ഉപ്പ് വാങ്ങില്ല. ഉപ്പ് വാങ്ങാണ്ട് ഓയിലും വാങ്ങാണ്ട് അതുകൂടെ വാങ്ങണം. ഉപ്പ് ഓയിലും മേടിക്കാണ്ട് അതിനുള്ള 2 സ്പേസ് ഇവിടെ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്ര സാധനം നമുക്ക് സാധനം തീരുമ്പം എടുക്കാനുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ ഇതിലാണുള്ളത്. അപ്പൊ ഇതിന്റെ അടിയിൽ, ബെഡിന്റെ അടിയിൽ ഒരു 2 ഡ്രോ ഉണ്ട്. അപ്പൊ അതിലേക്ക് വെക്കാം കേട്ടോ. നമ്മളപ്പോ അതാ ഇന്നും എല്ലാ സാധനവും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നൊരു പ്രത്യേകതയുണ്ട്.
ഇന്ന് നമ്മളെല്ലാം ഒതുക്കി പെറുക്കി വെച്ചല്ലോ. ഇന്നത്തോടുകൂടി ഒതുക്കി പറക്കി വെക്കൽ കഴിയും കേട്ടോ. അതെ, ഇന്നത്തോടൊരു തീരുമാനമാവും. ഇതെന്തിന്റെ വെള്ള വയർ എന്തിന്റെ വെച്ചാ? ഈ വെള്ള വയറ് എന്തിന്റെയാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ടിവിന്റെ കണക്ഷനാ? എന്തിന്റെയാന്ന് ഒരു ഐഡിയ ഇല്ല. അത് ഇതിനകത്തേക്ക് നമുക്ക് സാധനങ്ങളാക്കാം. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഈ കളി ഇങ്ങനെ തുറക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ എടുക്കാൻ പറ്റും. അടിയുന്ന ഇത് തുറക്കാൻ പറ്റുമോ? സ്കൈ സ്കൈ ബേബി ജീരകം മാത്രമാണ് കൊണ്ടുവന്നേ. കൊറേ ജീരകമുണ്ട് നമ്മുടെ കയ്യില്. അപ്പൊ അതുകൂടെ വെക്കണം കേട്ടോ. അപ്പൊ നമ്മൾ അത്രയും സാധനങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അർജന്റ് ആയിട്ട് വേണ്ട സാധനങ്ങളാ. നമ്മൾ കഴിഞ്ഞ കൊല്ലം വന്നപ്പോ കൊണ്ടുവന്നയാ ഈ വെളിച്ചെണ്ണ അല്ലേ? കഴിഞ്ഞ 2 കൊല്ലം മുന്നേ നമ്മൾ കൊണ്ടുവന്ന വെളിച്ചെണ്ണയായിരുന്നു. ഇപ്പോഴും കണ്ടോ അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ പിശുക്കി വെക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര പിശിക്കാട്ടോ. ഞാൻ ഈ ഫ്ലാസ്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മളല്ല പൊന്നു പറയുന്ന സമയത്ത് നമ്മള് വലിയൊരു ഫ്ലാസ്ക് വാങ്ങിച്ചില്ല. ആ ഫ്ലാസ്ക് ആട്ടോ അത് ഇപ്പാണ് ഉപയോഗം വരുന്നത്. അന്ന് നീ എന്നെ കുറെ പുച്ഛിച്ചില്ലേടി? കണ്ടോ ഇത്രയും സാധനങ്ങൾ നമ്മൾ കടക്കുന്നതിന്റെ ഒരു സൈഡിന്റെ അടിയിൽ ഒത്താക്കിയിട്ടുണ്ട്. സ്പേസ് പൊടികൾ കയറ്റി, അതുപോലെ കയറ്റി പൊടികൾ കയറ്റി, എണ്ണ കയറ്റി, അതുപോലെ തന്നെ എൻ്റെ ഒരു ബാഗ് കയറ്റി, അങ്ങനെ കുറെ സാധനം കയറ്റി കേട്ടോ. അതുപോലെ തന്നെ സ്പേസ് നമുക്ക് ഇതിന്റെ അടിയിലും ഉണ്ട്. ഇതിന്റെ അടിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കയറ്റണമെങ്കിൽ കയറ്റി വെക്കാം. പിന്നെ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ച് ഇതിന്റെ ഉള്ളില്. അപ്പൊ ഇനി പെട്ടെന്ന് തന്നെ ഇത് മടക്കിയിട്ട് നമുക്ക് ബെഡ് സെറ്റ് ചെയ്യാം. എന്റെ പൊന്നെ, ഈ പൂച്ചകളുണ്ടല്ലോ ആ വീട്ടിലായിരുന്നു കേട്ടോ. 12 പൂച്ചയുണ്ട് കേട്ടോ. 12 എണ്ണം. 12 പൂച്ചയുണ്ട് ഇവിടെ. പുറത്തു കൂടെ നോക്കണ. ഞാൻ ഓടിച്ചത് മൊത്തമായി കേട്ടോ. ഇവിടെ എന്ത് പൂച്ച ബിസിനസ് ആണ് തോന്നുന്നു ഇവർക്ക്. നമ്മുടെ നാട്ടിലെ ആ ചാരക്കളറുള്ള ഒരു കണ്ടം പൂച്ചയില്ലേ, അതിനൊക്കെ ഞാനിന്നൊക്കെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. ഫോർ ഡിന്നർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പത്തേക്ക് അത് ഓടി വീട്ടിൽ പോയി. ഭയങ്കര അനുസരണ ഇതിനെ നമ്മൾ ഇന്നലെ ഓടിച്ചത്. ചേട്ടനുണ്ടല്ലോ അപ്പത്തേക്ക് എല്ലാം വരും. അപ്പൊ ഇതാ കൂട്ടുകാരെ, ഞാൻ സ്കൈ ബേബിയും ക്യാരവാനിൽ കിടക്കാണ്. ഹലോ പറ കൂട്ടുകാരോട്. ഹലോ ഹലോ കൂട്ടുകാരെ. ഇവിടെ കർട്ടൻ ഇടാണ്. അത്ര കേട്ടോ. ബാക്കി പണിയൊക്കെ കഴിഞ്ഞ് കർട്ടൻ കൂടെ ഇട്ടാ ഏകദേശം കഴിഞ്ഞട്ടോ. ബെഡൊക്കെ നിരത്തി. ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളുടെ ഡൂഡുച്ചാന്റെ ബർത്ത്ഡേയാ. ഇന്ന് നമ്മുടെ ഡൂഡുവിന്റെ ബർത്ത്ഡേ ആട്ടോ. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞേച്ചിന്റെ മോനാണ് എഡ്രിക്. ഡൂഡു ഇച്ച അവിടെ എന്തൊക്കെയോ പരിപാടി കേട്ടോ. ചായ കുടിക്കാൻ ടേബിൾ. അപ്പൊ നമുക്ക് നമ്മുടെ ചായ കുടിക്കാനുള്ള ടേബിൾ സെറ്റായി. ഇവിടെ 2 ചെയർ ഉണ്ട്. ഇവിടെ ഒരു ചെയർ, അവിടെ ഒരു ചെയർ. നടുക്ക് നമ്മുടെ ഈ ഇതിനകത്ത് നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ആട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ചായ കുടിക്കാം. അപ്പൊ ഈ ചായ എടുക്ക്. ചായപാത്രം നമുക്ക് നമ്മുടെ പണിയെല്ലാം അപ്പം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബെഡൊക്കെ നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ടോ പുറകെ കണ്ടോ ബെഡൊക്കെ നിവർത്തി സെറ്റാക്കിയിട്ടുണ്ട്. പൊന്നോട് ബെഡ്ഷീറ്റ് വിരിക്കുക. പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ അടുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ അടുക്കി അടിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ആണ് കേട്ടോ. അവിടെ നമുക്ക് അവിടെ ഒരാൾക്ക് ഇരിക്കാം, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരാൾക്ക് ഇരിക്കാം. നടുക്ക് ഇങ്ങനെ ടേബിളും ചായ കുടിക്കാനും ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഒരു ടേബിളാട്ടോ. മീൻസ് ഒരു ചെറിയൊരു സോഫ സെറ്റ് പോലെ അങ്ങനത്തെ ഒരു ഗ്ലാസിന്റെ സെറ്റ് കണ്ടേ ഇതിൻ്റെ ഇടയിൽ കണ്ടോ. അതൊക്കെ അവിടെ ഉണ്ട്. ഇനിയിപ്പം നമുക്ക് ടോയ്ലറ്റും കൂടെ വൃത്തിയാക്കാനുണ്ട്. നമ്മളപ്പോൾ ഇപ്പം തന്നെ ടോയ്ലറ്റ് കൂടെ വൃത്തിയാക്കും. എന്നിട്ട് നമുക്ക് രാവിലെ തന്നെ വിടണം കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ഏകദേശം ഒരു എത്ര മണിക്ക് എണീച്ച് പാടെ നമ്മൾ വിടൂലേ. രാവിലെ എണീക്കും. അപ്പാടെ തന്നെ നമ്മൾ നേരെ ഇറങ്ങും കേട്ടോ. നല്ലോണം അടുത്ത് നല്ല പണിയായിരുന്നു കേട്ടോ ഇന്ന്. പൊന്നുവാണേലും നല്ലോണം അടുത്ത് നിന്ന്. അപ്പം നാളെ ഇനി നല്ല ക്ഷീണമായിരിക്കും ഒന്നാമത്. എന്തായാലും നമ്മൾ രാവിലെ തന്നെ വിടും. പിന്നെ നമ്മൾ നാളെ എണീക്കും മിക്കവാറും ഒരു 10-11 മണിയാവും കേട്ടോ. നല്ല ക്ഷീണമുണ്ട്. ഇപ്പൊ ഏകദേശം രാത്രി ഒരു 9-10 മണിയായിട്ടോ. നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇരുട്ടല്ല, നല്ല വെളിച്ചമുണ്ട്, പക്ഷെ ഇരുട്ടാവാനായിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ബാക്കിയും കൂടെ തീർത്തിട്ട് സെറ്റാക്കട്ടെ. അപ്പൊ ഇതാ കൂട്ടുകാരെ, പണിയെടുത്തെടുത്തെടുത്തിട്ട് സമയം കണ്ട പാതിരാത്രി 11:30 ആയിട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പരിപാടിയും നമ്മളെല്ലാം കഴിഞ്ഞിട്ടോ. സെറ്റാക്കി
അതേപോലെ ബാക്കി എന്താ നമ്മൾ ഗ്യാരേജിലേക്ക് വെക്കാനുള്ള ഈ 3 പെട്ടികളാണ്. അപ്പൊ നമ്മുടെ ഈ പെട്ടികൾ 4 പെട്ടികൾ നമ്മുടെ ലഗേജ് പെട്ടികളൊക്കെ നമ്മൾ ഇവിടെ ഗ്യാരേജിൽ കയറ്റാൻ പോവാ അശീഷിന്റെ അടുത്ത്. അതപ്പോൾ അവിടെ കാലിപ്പെട്ടി കേട്ടോ. അതപ്പോൾ അവിടെ നമ്മൾ വെക്കും. നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ കാരവാനിൽ ലോഡ് ചെയ്തു അല്ലേ. ഉപ്പ് ബെഡും സെറ്റാക്കി, ബാത്റൂമും സെറ്റാക്കി. ഇനിയിപ്പോൾ വെള്ളം നാളെ ഫില്ല് ചെയ്യണം. വെള്ളം നാളെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങും കേട്ടോ. പാലേ നാളെ മുതൽ നമ്മുടെ പുതിയ ലൈഫായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയും പുതിയ ലൈഫുമായിട്ട് നാളെ കാണാം. പുതിയ വീഡിയോ, പുതിയ ലൈഫ്, പുതിയ ഫാമിലി ആയിട്ട് നമ്മൾ തുടർന്ന് പോകുന്നതാണ്. ഓക്കേ, 50K ആയില്ലേ കൂട്ടുകാരെ, ഭയങ്കര സന്തോഷമായി.